ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ എടുക്കുന്ന റീഡിങ് 12 പോർട്ടലിൻ്റെ റീഡിംഗ് ആണ്. അത് ഇന്ന് രാത്രി 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇന്ന് മുതൽ 21 ദിവസം 10 ദിവസം ഓക്കെ 21 ഇന്ന് മുതൽ 12-ാം തീയതി രാത്രി 12 മണിക്ക് മുതൽ അത് ഇന്ന് രാത്രി 12 മണി മുതൽ 21-ാം തീയതി 11:59 വരെയും സമയമുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു വർഷം കൊണ്ട് നമ്മൾ ചില മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ 10 ദിവസത്തിനകം നമുക്ക് സാധിച്ചു കിട്ടുന്ന ഒരു എനർജിയാണ് ഈ 12 പോർട്ടലിൽ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഇത് ഇന്ന് രാത്രി 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 12 മിനിറ്റ് 12 സെക്കൻഡിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഉച്ചയ്ക്കും 12 മണിക്ക് 12 മിനിറ്റ് 12 സെക്കൻഡിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് 21-ാം തീയതി വരെയും തുടരാവുന്നതാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ടാരോ കാർഡ് റീഡർ ആണെങ്കിൽ ടാരോ കാർഡ് ചാർജിങ്ങിന് വെക്കാവുന്ന സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളിൽ ഏതെങ്കിലും കയ്യിൽ സ്റ്റോൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്റ്റോണിൻ്റെ ബ്രേസ്ലെറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഈ 12 പോർട്ടലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള അനുഗ്രഹം എന്താണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നമുക്ക് നോക്കാം എൻ്റെ വ്യൂസിന് 12 പോർട്ടലിൽ ലഭിക്കുന്നതായിട്ടുള്ള അനുഗ്രഹം എന്താണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് 12 പോർട്ടലിൽ ലഭിക്കുന്നതായിട്ടുള്ള അനുഗ്രഹം എന്താണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയെ അട്രാക്റ്റ് ചെയ്യുന്നു. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് ലഭിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ വ്യൂസിന് ലഭിക്കുന്നതായിട്ടുള്ള 12 പോർട്ടലിൽ ലഭിക്കുന്നതായിട്ടുള്ള അനുഗ്രഹം എന്താണ്. താങ്ക് യു യൂണിവേഴ്സ്. 9 ഓഫ് പെൻറ്റിക്കിൾ, ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾ, 9 ഓഫ് കപ്പ്, കിങ് ഓഫ് പെൻറ്റിക്കിൾ, 8 ഓഫ് വാണ്ട്സ്, ബാലൻസ്. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 2 ഓഫ് സോഡ്. എൻ്റെ വ്യൂസിന് ഈ 12 പോർട്ടിൽ എൻ്റെ വ്യൂസിന് ലഭിക്കുന്നതായിട്ടുള്ള അനുഗ്രഹം എന്താണ്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 9, 13, 4, 9, 14, 5, 8, 14 ആവർത്തിച്ചു, 5, 2. ഓക്കെ, പെൻഡിക്കിൾ ഇവിടെ ഓവറോൾ വന്നിരിക്കുന്ന എനർജി തന്നെ ഇവിടെ പെൻഡിക്കിളാണ് നിങ്ങൾക്ക് കൂടുതലായി ലഭിക്കുന്നത്. സാമ്പത്തികമായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതായി കാണുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 9 ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു ഗ്രോത്താണ് വരുന്നത്. ഇവിടെയും വന്നിരിക്കുന്നു 9 ഓഫ് പെൻഡിക്കിൾ. അപ്പം സാമ്പത്തികത്തിൻ്റെ ഒരു അനുഗ്രഹം. അപ്പോൾ സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും 10 ദിവസത്തിനകം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സാമ്പത്തിക അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങൾക്കൊരു ജോലിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങളിലേക്ക് വന്നു ചേരും. ഇവിടെ പെൻഡിക്കിളിൻ്റെ ഒരു വലിയ ഒരു എനർജി തന്നെയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. 9 നമ്പർ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു ഗ്രോത്താണ് വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റേബിൾ ലഭിക്കാൻ പോകുന്നു. ഓക്കെ, സ്റ്റേബിളായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. നിങ്ങളൊരു ന്യൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളോടൊപ്പം യൂണിവേഴ്സിൻ്റെ പിൻബലം കൂടി നിങ്ങളോടൊപ്പം ഉള്ളതായി കാണിക്കുന്നു. നമ്പർ 1 കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അതിനുള്ള ഗ്രോത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ ജീവിതത്തിൽ എന്തിനു വേണ്ടിയിട്ടാണോ ഇത്രയും നാളും വെയിറ്റ് ചെയ്തത്, ആ കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു. ചില വീട് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് തോന്നുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിത രീതി മാറുന്ന ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു രീതിയിൽ നിന്നും പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ തോന്നും. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായി കാണാം. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. മറ്റു ചില വ്യക്തികൾക്ക്
ജോലി സ്ഥലങ്ങളിൽ നിങ്ങളുടെ സാമ്പത്തിക നില ഉയർത്തുന്നതായി കാണുന്നു. നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതായി കാണുന്നു. ജോലിക്ക് വേണ്ടിയിട്ട് മറ്റ് ചില ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എനിക്കൊരു ജോലിയും ഇതുവരെയും ആയില്ല എന്ന് വിചാരിച്ച് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വ്യക്തികൾ ഒരുപാട് നിങ്ങൾ വിഷമിച്ച് നിങ്ങൾക്കിപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അനങ്ങാൻ വയ്യാതെ നിൽക്കുന്നതായിട്ടുള്ള ചില സാമ്പത്തിക സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ അതിലും നിങ്ങൾക്കൊരു മാറ്റമാണ് വരുന്നത്. നിങ്ങൾക്ക് ഉയർന്ന രീതിയിൽ തന്നെ ഒരു സാമ്പത്തിക അനുഗ്രഹം വരുന്നു. നിങ്ങൾക്ക് നല്ലൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു അംഗീകാരം ലഭിക്കുന്നു. നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനവും തരാതിരുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളെല്ലാം നിങ്ങളെ ചിലപ്പോൾ ചതിച്ച വ്യക്തികളായിരിക്കും. നിങ്ങളെ പിറകിൽ നിന്നും നിങ്ങളെക്കുറിച്ച് അനാവശ്യങ്ങൾ പറയുന്ന വ്യക്തികളായിരിക്കും. മറ്റുള്ള വ്യക്തികളുടെ അടുത്തെല്ലാം നിങ്ങളെക്കുറിച്ച് മോശം പറയുന്ന വ്യക്തികളെല്ലാം നിങ്ങളെ ബഹുമാനിക്കുന്നതായിട്ടുള്ള ഒരു സമയം വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം നൽകുന്ന ഏറ്റവും ഉയർന്ന സ്ഥാനം അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് തരുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ദൈവത്തെ പോലെ കാണുന്ന ഒരു സാഹചര്യം നിങ്ങളെ ചതിച്ച വ്യക്തികളുടെ മുന്നിൽ ഉണ്ടാകുന്നു. ശത്രുവിൻ്റെ മുമ്പിൽ മേശ ഒരുക്കുന്നതായിട്ടുള്ള ഒരു ദൈവം നിങ്ങൾക്കും ഉള്ളതുകൊണ്ട് നിങ്ങൾ ശത്രുവിൻ്റെ മുമ്പിൽ നിങ്ങളെ ഇത്രയും നിങ്ങൾ താഴ്ത്തിയിട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തകർത്തിട്ടിരുന്ന അവസ്ഥയാണെങ്കിൽ അവിടെ നിങ്ങളെ ഉയർത്തി കാണിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഏത് ശത്രുവാണെങ്കിലും അവരുടെ മുന്നിൽ തന്നെ നിങ്ങൾ നല്ല നിലയിൽ ഉയരുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ശത്രു വിചാരിച്ചു നിങ്ങളുടെ അവസാനം കണ്ടു, ഇനി നിങ്ങൾ അനങ്ങത്തില്ല, നട്ടലിലാണ് കുത്തിയിരിക്കുന്നത്, കണ്ടോ, ഇനി അനങ്ങത്തില്ല, ഇനി എഴുന്നേൽക്കില്ല എന്ന് വിചാരിച്ച് ശത്രു കടന്നു പോയിട്ടുണ്ടെങ്കിൽ ശത്രു പോലും അതിശയിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരുന്നു. അവർ അതിശയിച്ചു പോകുന്നുണ്ട്. ഓക്കെ, എങ്ങനെ ഈ ഒരു മാറ്റം സംഭവിച്ചു എന്ന് അതിശയിക്കുന്ന വിധത്തിൽ ആ ശത്രുവിൻ്റെ മുമ്പിൽ തന്നെ നിങ്ങൾക്കൊരു മേശ ഒരുക്കുന്ന ഒരു ദൈവമാണ് ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന. നിങ്ങൾ ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തിലുള്ള ദൈവം നിങ്ങളോട് പറയുന്നു, ശത്രുവിൻ്റെ മുമ്പിൽ തന്നെ നിങ്ങൾക്ക് മേശ ഒരുക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. വിശ്വസിക്കുന്നവർക്ക് ഏറ്റെടുക്കാം. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ 9 വളരെ സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. 9 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളുടെ മുന്നിൽ ഒരു അത്ഭുത വിളക്ക് തെളിയുന്നതാണ്. 10 ദിവസത്തിനകം 9ാമത്തെ ദിവസം നിങ്ങൾ അഫർമേഷൻ ചെയ്ത് 9ാമത്തെ ദിവസം നിങ്ങളുടെ മുന്നിൽ ഇത് തെളിയും. ഓവറോൾ എനർജി നിറഞ്ഞു കവിയുന്നതായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പാണോ അത് നിറഞ്ഞു കവിയും, സ്നേഹം നിറഞ്ഞു കവിയും. നിങ്ങൾക്ക് സാമ്പത്തികമാണോ അതും നിങ്ങൾക്ക് നിറഞ്ഞു കവിയും. ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരും. ശാന്തിയും സമാധാനവും നിങ്ങൾക്ക് ഉണ്ടാകും. ഓക്കെ, 12 പോർട്ടൽ 10 ഡേയ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുണ്ട്. സാമ്പത്തിക അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരും. ഐക്യം, കുടുംബത്തിൽ ഐക്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. നിങ്ങളുടെ മുമ്പിൽ ഒരു അത്ഭുത വിളക്ക് നിങ്ങൾക്ക് തെളിയും. ഇവിടെ 9 ദിവസമുണ്ട്. ഓക്കെ, ആ 9ാമത്തെ ദിവസം നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം നിങ്ങൾക്ക് പൂർത്തിയാകും. നിങ്ങൾക്ക് എഴുതി വെക്കാം. ഓരോ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് എഴുതി വെച്ച് തന്നെ അതിന് ദൈവത്തോട് നന്ദി പറയാം. ഓക്കെ, ഈ ഒരു 10 ദിവസം നിങ്ങൾ മറക്കാതെ മുടങ്ങിപ്പോകാതെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം വരുന്നു. സാമ്പത്തിക അനുഗ്രഹം നിങ്ങളെ തേടിയെത്തുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വലിയ മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നിങ്ങൾ ആ വിളക്ക് കാണാതെ പോകരുത്. നിങ്ങളുടെ മുന്നിൽ തെളിയുന്നതായിട്ടുള്ള വിളക്കിനെ നിങ്ങൾ കാണാതെ പോകരുത്. നെഗറ്റീവ് പറഞ്ഞ് ഇത് അടഞ്ഞു പോകരുത് എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് പോസിറ്റീവോട് കൂടി അത് സ്വീകരിക്കാവുന്നതാണ്. താങ്ക് യു യൂണിവേഴ്സ്. അടുത്തത് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെന്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഒരുപാട് ബേർഡൻ അനുഭവിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് സമയം അനുകൂലമായി മാറിയിരിക്കുന്നു. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നത് എത്ര തന്നെ വിഷയങ്ങളാണെങ്കിലും അത് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും ഇവിടെ കാണാം. നിങ്ങൾ മറ്റ് ചില വ്യക്തികൾ കാരണം, തേർഡ് പാർട്ടികൾ കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ജോലിയും നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടോ? നിങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിൽ ചില തേർഡ് പാർട്ടികൾ പ്രശ്നമുണ്ടോ? സാമ്പത്തികത്തിനും നിങ്ങൾക്കും ഇടയിൽ ചില പ്രശ്നങ്ങളുണ്ടോ? എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രോത്ത് വന്നതെല്ലാം അവസാനിച്ച് ഇളകി മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം സമയം നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. നിങ്ങൾക്ക് ഇത്രയും നാൾ നിങ്ങൾ ചുമന്നു നടന്നിരുന്നതായ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുവാൻ നിങ്ങൾക്ക് സമയമായിരിക്കുന്നു. ഇനി നിങ്ങൾ ഭാരങ്ങൾ ചുമക്കുന്ന വ്യക്തിയല്ല,
ഓക്കെ, അതെല്ലാം പരിഹരിക്കുന്ന വ്യക്തിയായി മാറുന്ന ഒരു സമയമായിരിക്കുന്നു. ഇത്രയും നാൾ നിങ്ങൾ പല രീതിയിലുള്ള ഭാരങ്ങളും ദുഃഖങ്ങളും ഒക്കെ ചുമന്ന് നടന്നിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇനി നിങ്ങൾ മറ്റുള്ളവരെ ഭാരം കുറയ്ക്കുന്ന വ്യക്തിയായിട്ട് മാറുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അനുഗ്രഹത്തിന്മേൽ അനുഗ്രഹമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നതായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് ഫിനാൻഷ്യലി സക്സസ് ആയി മാറുകയാണ്. നിങ്ങളുടെ സമയം ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അത്ഭുതകരമായി തന്നെ നിങ്ങളുടെ ജീവിതം മറിയും. ഓക്കെ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരുന്നത് ആ കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും. നിങ്ങൾ ഏത് കോൺഫ്ലിക്റ്റിലായിട്ട് എന്തൊക്കെയോ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരുന്നു, ചില വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു, അതിലെല്ലാം നിങ്ങൾക്കൊരു വിജയം നിങ്ങളെ തേടിയെത്തുന്നു. ഇവിടെ കിങ്ങും ക്യൂനും വന്നിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നാകാൻ പോകുന്നു, കുടുംബജീവിതം ഒന്നാകാൻ പോകുന്നു. ഇവിടെ ഭാര്യയും ഭർത്താവും വന്നിരിക്കുന്നതോടൊപ്പം തന്നെ കുടുംബജീവിതവും വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ കുടുംബജീവിതങ്ങളിൽ ബാലൻസ് വരുന്നതായി കാണുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ ബാലൻസ് വരുന്നതായി കാണുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഒരു സഡൻ ആക്ഷൻ ആണ് വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ആക്ഷൻ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. പ്ലീസ് ഗൈഡ് മീ മദർ. ആക്ഷൻ, സാമ്പത്തിക അനുഗ്രഹം. നിങ്ങൾക്ക് അന്യനാട്ടിലേക്ക് കടന്നു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അത് നിങ്ങൾക്ക് വന്നു ചേരുന്നു. സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങളെ ഇത്രയും നാൾ അലട്ടിക്കൊണ്ടിരുന്ന, നിങ്ങളുടെ ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ നിങ്ങളുടെ ചിന്തകളിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രശ്നം ഇവിടെ മാറുകയാണ്. ഓക്കെ, നിങ്ങൾക്കൊരു വിജയം നൽകുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഒരുപാട് ഭാരവുമായി നടന്നിരുന്ന എന്ത് വിഷയമാണോ, എന്ത് സാമ്പത്തിക വിഷയമാണോ, എന്ത് റിലേഷൻഷിപ്പ് സംബന്ധിച്ച വിഷയമാണോ, അതിനെല്ലാം ഒരു മാറ്റമാണ് ഇവിടെ വരുന്നത്. ഒരു ചാടിക്കടക്കലാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ആ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ കൂടി കടന്നു പോകുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എങ്ങും പോകാൻ പോലും കഴിയാതെ വണ്ണം നിങ്ങൾ നിന്നിട്ടുണ്ടായിരിക്കും. യോ, പൈസ അവിടെ കൊടുക്കാനുണ്ടോ, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഇവിടെ കൊടുക്കാനുണ്ട്, ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വളരെ ഇരുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ടായിരിക്കാം. അതെല്ലാം മാറി മറിയുന്ന ഒരു സമയം വരുന്നു. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അത് നിങ്ങൾക്ക് പൈസയായി മാറും. ഓക്കെ, അങ്ങനെയുള്ള ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു. ഇത്രയും നാളും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വയ്യാതെ ഇരുന്ന ഒരു സന്ദർഭത്തിൽ ഒരു ഗ്രോത്ത് വരുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ആരും അറിയാതെ സൂക്ഷിച്ചിരുന്ന ചില റിലേഷൻഷിപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു സക്സസ് വരുന്നു. ഇത്രയും നാൾ ആ റിലേഷൻഷിപ്പിനെ ഓർത്തിട്ട് നിങ്ങൾക്ക് വളരെ വേദന ആയിരുന്നുവെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു വിജയം നിങ്ങൾക്ക് വരുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ലവേഴ്സിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. വിജയമാണ് വരുന്നത്. നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ജഗിൾ ചെയ്തത് അതിലൊരു മാറ്റം നിങ്ങൾക്ക് വരുന്നു. താങ്ക് യു യൂണിവേഴ്സ്. അടുത്ത വന്നിരിക്കുന്നത് ഇവിടെ ബാലൻസ് ആണ്. ബാലൻസ് വന്നിട്ടുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. വിജയമാണ് വരുന്നത്. നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ബാലൻസ് ലഭിക്കുന്നതാണ്. നിങ്ങളെ ആരൊക്കെ മാറ്റി നിർത്തിയത്, ആരൊക്കെയാണോ നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്തത്, അതിലെല്ലാം നിങ്ങൾക്ക് ബാലൻസ് ലഭിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് വിജയം ലഭിക്കും. നിങ്ങളെ തടഞ്ഞു നിർത്തിയ ആൾക്കാരുടെ മുന്നിൽ ആ തടഞ്ഞു നിർത്തിയ കമ്പ് ഊരിക്കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജി. നിങ്ങൾ ആരൊക്കെ ബ്ലോക്ക് ചെയ്ത് മാറ്റി നിർത്തിയിട്ടുണ്ടോ അവരുടെ മുന്നിൽ കൂടി തന്നെ നിങ്ങൾ വിജയം ആഘോഷിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആകുക തന്നെ ചെയ്യും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. നിങ്ങൾക്ക് ഗൾഫിലേക്കുള്ള യാത്രയാണോ? ദ വേൾഡ് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ചില റിലേഷനെ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആണോ, അത് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ബാലൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങളാണോ, നിങ്ങൾക്ക് ഒരു ബാലൻസും ഇല്ലാതെ ഇരിക്കുന്ന എല്ലാ കാര്യത്തിലും നിങ്ങൾക്കിവിടെ ബാലൻസ് വരുന്നതാണ്. ഓക്കെ, വിജയമാണ് നിങ്ങളെ തേടി എത്തുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 2 ഓഫ് സോഡിൻ്റെ എനർജിയിൽ കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റുന്നില്ല, തളർന്ന് നിൽക്കുന്നതായിട്ടുള്ള ചില വ്യക്തികൾ ഈ വീഡിയോ കാണുന്നു. ഇപ്പം മദർ യൂണിവേഴ്സ് ഈ 10 ദിവസത്തിനകം നിങ്ങൾക്ക് വിശ്വാസത്തോടു കൂടി നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മാറ്റം സംഭവിക്കും. ഓക്കെ, ഇതാ വീണ്ടും വിജയമാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വീണ്ടും വന്നിരിക്കുന്ന വിജയം. നിങ്ങൾക്ക് മാറ്റം സംഭവിക്കും. നിങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയാൻ വയ്യാതെ ഇരുന്ന ഏത് സിറ്റുവേഷനാണോ ആ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്കൊരു വിജയമാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 11, 2, 10, 1, 6, 4, 9. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന രാശി ഏരീസ്, ലിയോ, സജിറ്റേറിയസ്,
ജെമിനി, ലിബ്ര, അക്വേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, സ്കോർപ്പിയോ, സ്പൈസീസ്. മേടം, ചിങ്ങം, ധനു, മീനം, തുലാം, കുംഭം, ഇടവം, കന്നി, മകരം, കർക്കിടകം, വൃശ്ചികം, മീനം. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകുമോ? പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകുമോ? പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്. ഈ 12 പോർട്ടലിൽ 10 ദിവസത്തിനുള്ളിൽ എൻ്റെ വ്യൂസ് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകുമോ? പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്. 10 ദിവസത്തിനകം എൻ്റെ വ്യൂസ് മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം സാധ്യമാകുമോ? താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, 1, 2, 3 സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്പർ അനുസരിച്ച് അങ്ങ് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഒന്ന് സെലക്ട് ചെയ്തു. എൻ്റെ വ്യൂസ് ഈ 12 പോർട്ടലിൽ 10 ദിവസത്തിനകം എൻ്റെ വ്യൂസ് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകുമോ? ദ വേൾഡിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം എല്ലാം നിങ്ങൾക്ക് സക്സസ് ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വളരെ സന്തോഷിക്കുന്ന രീതിയിൽ നിങ്ങളെ സ്പിരിച്വലായിട്ട് നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളെ ഉയർത്തിക്കൊണ്ട് പോകുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഗ്രോത്ത് വന്നിരിക്കുന്നു. 9 ഓഫ് കപ്പ് വന്നിരിക്കുന്നു. 9 ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യം സാധിക്കും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നിങ്ങൾക്ക് അത്രത്തോളം ശക്തിയോടുകൂടി നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചിരിക്കും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അത് സാമ്പത്തികമാണെങ്കിലും ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നിങ്ങളുടെ വിദേശ യാത്രയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കത് സക്സസ് ആകുന്നു. ബാലൻസ് വരുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ 10 ദിവസത്തിനകം ഈ കാർഡ് സെലക്ട് ചെയ്തവർ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. ഇവിടെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്. നിങ്ങളൊരു ജോലി സംബന്ധമായിട്ടാണോ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്നത്? നിങ്ങൾ കുറേ നാളായിട്ട് നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്ന ചില കാര്യമാണോ നിങ്ങൾക്ക് ലഭിക്കും? നിങ്ങൾക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? അത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വീടിന് വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക ഗ്രോത്തിന് വേണ്ടിയിട്ടാണോ? നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിൽ നിങ്ങൾക്കൊരു നല്ല സ്ഥാനത്തിന് വേണ്ടിയിട്ടാണോ? നിങ്ങൾ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് 8 ദിവസത്തിനകം യൂണിവേഴ്സ് നൽകുന്നതാണ്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് മാനസികമായി തകർന്ന് ചില തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അത് നിങ്ങളുടെ ജോലി സംബന്ധമാകാം, റിലേഷൻ ആകാം, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്നതായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കൊരു യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് വരികയാണ്. നിങ്ങളെ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് 3-ാമത്തെ ദിവസം മുതൽ യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം ഇറങ്ങി വരുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലെ തേർഡ് പാർട്ടി ആര് തന്നെയാണെങ്കിലും ആ വ്യക്തിയുടെ മുകളിലേക്ക് ഒരു ടവർ വരികയാണ്. നിങ്ങളെ തകർക്കുന്ന ഏത് വ്യക്തിയാണോ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും, നിങ്ങളെ തകർക്കുന്ന ഏത് വ്യക്തിയാണോ നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ ബിസിനസ്സിൽ, ആ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ നിന്നും പൂർണ്ണമായിട്ടും നീക്കിക്കളഞ്ഞുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം ഉള്ളതായി കാണുന്നു. തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ടും 3 എന്നുള്ള നമ്പറാണ് വന്നിരിക്കുന്നത്. 3-ാമത് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ നിങ്ങളെ വേദനിപ്പിക്കുന്നതായ ഏത് വ്യക്തിയാണെങ്കിലും അതിനെ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുന്നതിന് വേണ്ടി യൂണിവേഴ്സ് നിങ്ങൾക്ക് സപ്പോർട്ടായി ഇറങ്ങി വരുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. 3 ദിവസത്തിനകം തന്നെ നിങ്ങൾക്ക് അതിലൊരു മാറ്റം നിങ്ങൾക്ക് കാണാവുന്നതാണ്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ ഈ അഫർമേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഈ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 3 ദിവസത്തിനുള്ളിൽ തന്നെ ആ മാറ്റം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കാണുന്നതാണ്. താങ്ക് യു യൂണിവേഴ്സ്. ഈ പോസിറ്റീവായിട്ടുള്ള എനർജി എൻ്റെ വ്യൂസിലേക്ക് വന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പേഴ്സണുമായിട്ട് ഒരു റീയൂണിയൻ സാധ്യമാണോ? പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്. മനസ്സിൽ ആഗ്രഹിക്കുന്ന പേഴ്സണുമായിട്ടൊരു റീയൂണിയൻ സാധ്യമാണോ? പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്. 3 കാർഡുകളുണ്ട്. 3 കാർഡ്സിൽ ഒരെണ്ണം സെലക്ട് ചെയ്യുക. 1, 2, 3 സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഒരു റീയൂണിയൻ സാധ്യമാണോ? പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്.
തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു റീയൂണിയന് സാധ്യത കാണുന്നുണ്ട്. ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് സന്തോഷത്തോടു കൂടി കടന്നു പോകാൻ കഴിയും. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കോളും മെസ്സേജ് വരുന്നതാണ്. റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് കാണുന്നുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങൾ എന്താണോ അഫർമേഷൻ ചെയ്യുന്നത് അതിൽ നിങ്ങൾക്കൊരു വിജയം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പേഴ്സണെ കാണാനാണോ, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു കോൾ മെസ്സേജ് ആണോ, അതോ നിങ്ങളുടെ ലൈഫിൽ മറ്റെന്തെങ്കിലും ആണോ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നത്, അത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. 3 കാർഡും പോസിറ്റീവ് കാർഡാണ്. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ കൊടുക്കുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? 3 കാർഡാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഫസ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നൽകുന്നതായിട്ട് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന ഒരു എനർജിയിൽ കൂടിയായിരിക്കും ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എത്രയൊക്കെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ മുന്നിലേക്ക് ചെന്നിരുന്നാലും കോൾ മെസ്സേജ് അയച്ചാലും ഇഗ്നോർ ചെയ്തിരുന്നു എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും അവരോട് ക്ഷമിക്കുമെന്ന്, ആ ഒരു ഇഗ്നോർ ചെയ്തതും മറ്റുമെല്ലാം എല്ലാ കാര്യങ്ങളും നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവർ വിശ്വസിക്കുന്നുണ്ട്. അവർ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളോട് അവർ കാണിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ അവർക്ക് മറന്നു കൊടുക്കും, ക്ഷമിച്ചു കൊടുക്കുമെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ക്ഷമിച്ച് തരുമോ, ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ എനിക്ക് ക്ഷമിച്ച് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ പേഴ്സൺ നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരാൻ കഴിയാത്ത വണ്ണം നിങ്ങളുടെ പേഴ്സണ് എന്തോ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ കൂടിയാണ് അവർ പോകുന്നതെന്ന് നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഏതോ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ഉണ്ട് അവർക്ക്. ആ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ലോകമാണെന്നും നിങ്ങളെ ചുറ്റി മാത്രമാണ് അവർക്ക് ഈ ലോകമെന്നും അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൺ തരുന്ന മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുകയാണ്. ചില സാമ്പത്തിക കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ചില ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ പേഴ്സൺ നേരിടുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യമെല്ലാം തീർത്തിട്ട് നിങ്ങളിലേക്ക് കടന്നു വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ ഭാഗത്ത് ഒരുപാട് കുറ്റങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ നിങ്ങളെ അവർ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കുറ്റം പറഞ്ഞ് നിങ്ങൾ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും അവർ ചെയ്ത തെറ്റുകളായിരിക്കാം നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ കൊച്ചാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്കൊരു കുറ്റബോധം തോന്നുകയാണ്. അതെല്ലാം നിങ്ങളൊന്ന് മറന്ന്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിക്കും, നിങ്ങളെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മാറി നിൽക്കുകയാണ്. അവർ ചെയ്ത പല കുറ്റങ്ങളെയും നിങ്ങളിലാണ് അവർ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ളൊരു മെസ്സേജ് ആണ് നിങ്ങൾക്ക്. ഓക്കെ, ഞാൻ നിന്നിൽ ഒരുപാട് കുറ്റങ്ങൾ, അവർ ചെയ്ത കുറ്റങ്ങൾ പോലും ഞാൻ നിന്നിലാണ് ഏൽപ്പിച്ചതെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു മാറ്റം ഈ 10 ദിവസത്തിനകം ഉണ്ടാകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് ഈ 10 ദിവസത്തിനകം സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു മാറ്റം, അത്ഭുതമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകുമോ? സാമ്പത്തിക കാര്യത്തിൽ ഒരു അത്ഭുത മാറ്റം ഉണ്ടാകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, ഒരു സാമ്പത്തിക മാറ്റം ഉണ്ടാകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഫസ്റ്റ് കാർഡ്, നിങ്ങളിപ്പോൾ ഒരു വലിയ പ്രശ്നത്തിൽ കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വണ്ണം വലിയ ഡിപ്രഷനിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിലൊരു മാറ്റം 9 ദിവസത്തിനകം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും 9 ദിവസത്തിനകം നിങ്ങൾക്കൊരു മാറ്റം സാമ്പത്തിക കാര്യത്തിൽ ഉണ്ടാകുന്നതാണ്. ജോലി സംബന്ധമായിട്ടും നിങ്ങൾക്ക് 9 ദിവസത്തിനകം ഒരു മാറ്റം ഉണ്ടാകും. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫോർ ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്.
നിങ്ങൾക്കിവിടെ ഒരു കുറ്റബോധം അല്ലെങ്കിൽ മാനസികമായി തളർന്ന ഒരവസ്ഥ, കുറേ നാളായിട്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ നിങ്ങൾ മാനസികമായി തളർന്നിരിക്കുന്ന, നിങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി യൂണിവേഴ്സിൻ്റെ ഒരു ബലം നിങ്ങളോടൊപ്പം ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ വരും. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നിങ്ങൾ എന്ത് വിഷയത്തിലാണോ തളർന്നിരിക്കുന്നത് ആ കാര്യം നിങ്ങൾക്ക് ബാലൻസിൽ വരുന്നതാണ്. യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട്, ഒരു മെസ്സേജ് നിങ്ങളെ ഉയർത്തുന്നതാണ്. താങ്ക് യു യൂണിവേഴ്സ്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങൾ ചില സാമ്പത്തികപരമായിട്ട്, ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും നിങ്ങൾ ഒരുപാട് തളർന്ന് ചില സ്ഥലങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ വിട്ടുപോകേണ്ടി വരുന്നതായിട്ടുള്ള ഒരു എനർജി കൂടി കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ വളരെ ശക്തനായി തീരുകയും നിങ്ങളിലേക്ക് വളരെ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ടോൾ പോർട്ടിലെ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ. നെഗറ്റീവ് പറഞ്ഞ് നിങ്ങളതിനെ നശിപ്പിക്കാതിരിക്കുക. നിങ്ങളുടെ നാക്കിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ താങ്ക്സ് പറയുക, അനുഗ്രഹിക്കുക. വീട്ടിലെ ഒരു ചെറിയ ചെടിയാണോ ആ ചെടിയെ നിങ്ങൾ അനുഗ്രഹിക്കുക. കുഞ്ഞു പട്ടിക്കുട്ടിയാണോ അതിനെ നിങ്ങൾ അനുഗ്രഹിക്കുക. എന്തിനേയും വീട്ടിലൊരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആരെങ്കിലും സഹായം നിങ്ങൾ എടുത്തിട്ടുണ്ടോ അവരോട് എല്ലാം ഹൃദയം തുറന്നുള്ള നന്ദി അറിയിക്കുക. ഏറ്റവും അനുഗ്രഹമുള്ള സമയമാണ്. എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.